ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നൈറ്റി ഒക്കെ നമ്മളത് സ്ഥിരം ഇവിടെ തയ്ക്കാൻ നേർച്ചല്ല തയ്ക്കാൻ തന്നിരുന്ന അവർ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മോൾക്കൊരു നൈറ്റി തുണി എടുത്തിട്ട് ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തയ്ക്കണം. ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ. ഒരു നൈറ്റി ഞാൻ രാത്രിയെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേത് തയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് സ്റ്റിച്ച് വേറെ ആരോ തയ്ച്ചിട്ട് ക്ലിയർ ആയിട്ടില്ല, അപ്പോൾ ഇങ്ങോട്ട് കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഞാനവിടെ തയ്ച്ചിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് തന്നെയായിരുന്നു അവർ തന്നിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് കൊടുത്തുവിടാനും ഉള്ള ബുദ്ധിമുട്ടും കാരണം കൊണ്ട് കൊണ്ടൊക്കെ തയ്പ്പിച്ച് നിറയെ സ്റ്റിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ രാത്രിയാകുമ്പോൾ എനിക്ക് അങ്ങനെ കാണാത്തതുകൊണ്ട് ഞാൻ രാവിലെ വെളിച്ചത്തിൽ നല്ല തുന്നയിച്ചിട്ട് അടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഒരു 2 സ്റ്റിച്ചൊന്നുമല്ല, 3-4 സ്റ്റിച്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ അയച്ചെടുക്കണം. അപ്പോൾ അവർക്കും തന്നെ ഞാനിപ്പോൾ വലിയ ആളായിട്ട് പറയുന്നല്ല, എൻ്റെ അടുത്ത് തയ്ക്കാൻ തന്നിരുന്നവർക്ക് വേറെ എവിടെയും കൊടുക്കുന്ന വലിയ ഒരു ഇതൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ എനിക്കാണെങ്കിലും അവരതൊക്കെ തയ്ക്കുമ്പോൾ ഒരു തൃപ്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ചും 2-3 സ്റ്റിച്ചൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ചെടുക്കണം, എന്നിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ അങ്ങനെ നൈറ്റി എല്ലാതും തയ്ച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഈ നൈറ്റിക്ക് വന്നിട്ട് ഫുൾ കൈയായിട്ട് തയ്ക്കണം കേട്ടോ. പിന്നെ 2 ബ്ലൗസ് അന്ന് ഇങ്ങനെ ക്രിസ്മസിൻ്റെ ടൈമിൽ അർജൻറ്റിൽ തയ്ച്ചുകൊണ്ടാത്തോണ്ട് കുറച്ച് ടൈറ്റായി പറഞ്ഞിട്ട് ശരിയാക്കാൻ കൊടുത്തു വിട്ടാ കേട്ടോ. പിന്നെ മോൾക്കുള്ള ഫ്രോക്കും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നൈറ്റി തുണി എടുത്തിട്ട് മോൾക്കൊന്നും തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവർക്കൊന്ന് നൈറ്റി തുണി എടുത്തിട്ടൊന്ന് തയ്ച്ചു. ഇനി ചെറിയ മോൾക്ക് ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്, അവൻ കൂടി ഒന്ന് തയ്ക്കണം കേട്ടോ. പിന്നെ നൈറ്റി തയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയും തന്നെ എല്ലാം കഴിയുമ്പോഴേക്കും പിന്നെ സമയം 3 മണിയൊക്കെ ആവും കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് എണ്ണ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇന്ന് പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോമ്പ് ഒരു 12-നായിട്ട് എടുത്തതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ. ഇപ്പോൾ തന്നെ വന്നിട്ട് നമുക്ക് പിന്നെ ഫുഡുകൾ ഉണ്ടാക്കുന്നതിൽ തന്നെ ഇതായിപ്പോയി കേട്ടോ. എന്താണ്ടാക്കുക എന്നുള്ളൊരു ഇതായിപ്പോയി. എല്ലാവർക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും കേട്ടോ. നമുക്ക് പിന്നെ ഉള്ളത് കൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിലും പിന്നെ നമുക്കങ്ങനെ നിറയെ സാധനങ്ങൾ കണ്ട് അങ്ങനെ ശീലങ്ങളൊന്നുമില്ല. ഉള്ളത് കൊണ്ട് അപ്പോൾ പിന്നെ വാങ്ങിയിട്ടും നമ്മൾ ചിലവൊക്കെ നടത്തുന്ന കാരണം തോനെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഇടങ്ങേറ് പോലെയാണ് കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു, എന്തോ പോലെ തോന്നുന്ന ഒന്നുമില്ലാതെ ഫ്രിഡ്ജിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന മാതിരിയാണെങ്കിൽ അതിനൊക്കെ തപ്പിപ്പിടിച്ച് ഉണ്ടാക്കുമ്പോൾ അതിനെന്തോ ഒരു സുഖമുള്ള പോലെയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യം കൊണ്ടൊക്കെ ആയിരിക്കും അധികം കാണുന്നൊന്നും വലിയൊരു താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. എന്നാലും എന്താണ് ഉണ്ടാക്കാമെന്നൊരു ഐഡിയ കിട്ടാത്തതിൻ്റെ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ജൗവരിയൊക്കെ നല്ല നെയ്യിലൊന്നും നല്ല വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല വേവണം കേട്ടോ, അല്ലെങ്കിൽ പല്ലിലൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നല്ലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പാല് 1/2 ലിറ്റർ പാലിന് 1/2 ലിറ്റർ വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ. വെറും പാലായിട്ടല്ല പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ വറുത്ത സേമിയയിലാണ് കേട്ടോ കിട്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത്. നല്ല നൈസായിട്ടുണ്ട്. പായസത്തിൽ ഇട്ടാലും തന്നെ നല്ല കുടിക്കാനൊക്കെ നല്ലതായിട്ടുണ്ട് കേട്ടോ. ചെറിയ തരി പോലത്തെ സേമിയനാണ്. പിന്നെ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ കറി വെക്കാൻ ഞാൻ കടലയും കാര്യങ്ങളൊന്നും വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മറന്നുപോയി. അപ്പോൾ ഇനി ഏതായാലും ഉള്ളിയും കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് പരിപ്പിട്ട് സാമ്പാർ പോലെ വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കിഴങ്ങും ഇതൊക്കെ എടുത്തിട്ടൊന്ന് 2-3 വിസിലടുപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇത് തളിച്ച കറി അയ്യപ്പിൻ്റെ കൂടെ ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.